ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം പരിശുദ്ധമായ അൻപ് നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ നോയമ്പ് ഭക്തിയോടും ഉപവാസത്തോടും കൂടെ ആചരിക്കുന്നതാണ്. കർത്താവ് തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ഗലീല തീരത്തൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവന്റെ സഹോദരനായ അന്ത്രോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായിരുന്നു അവർ. കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ അവർ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കണ്ടു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. വിശുദ്ധ ലൂക്കോസ് 9:23-24 ഇപ്രകാരമായിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ 50 നോയമ്പിൽ പരസ്പരം സ്നേഹത്തോടും ഉപവാസത്തോടും കൂടി ആയിരിക്കുവാനും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.